ഹായ് മുത്തുമണീസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. ഇത് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഫേസ് ഗ്ലോയും അതുപോലെ തന്നെ ഏജ് കൂടുന്തോറും ഉണ്ടാകുന്ന ഫേസിലുണ്ടാകുന്ന ചുളിവുകളെല്ലാം നമുക്ക് കുറേയേറെ മാറ്റിയെടുക്കാവുന്നതാണ്. അതിന് ഒരുപാട് ഐറ്റംസ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നിത്യമായി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന 3 ഐറ്റംസാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ 3 ഐറ്റംസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ. ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. ആൽമണ്ട് ഓയിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആൽമണ്ട് ഓയിലും ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു 1 ടീസ്പൂണോളം നല്ലെണ്ണ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് അരിപ്പൊടി എന്ന് പറയുമ്പോൾ തരി ഇല്ലാത്ത പൊടിയാണ് നമുക്ക് വേണ്ടത്. അരിപ്പൊടി ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി തരി ഇല്ലാത്ത പൊടി വേണം എടുക്കാനായിട്ട്. ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോട്ടൺ. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കാണുന്ന ഐറ്റംസ് തന്നെയാണ്. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഫേസിൽ ഒരു റൊട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫേസിന് നല്ല മാറ്റം ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. കാരണം നമ്മുടെ ഏജ് മുഖാന്തരം നമുക്ക് ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ, അതുപോലെ തന്നെ ഫേസിന് നല്ല ഗ്ലോ ഉണ്ടാകുക, അത് ഡെയിലി നമ്മുടെ ഈ റൊട്ടീനിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ആ ടവലിട്ടേക്കുന്നത്. ഇത് ഡെയിലി ചെയ്യുമ്പം നമുക്ക് കഴുത്ത് വരെ നമ്മൾ ഇത് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് നല്ലെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ. ഞാനിവിടെ ആൽമണ്ട് ഓയിലും ഇടയ്ക്ക് യൂസ് ചെയ്യും, നല്ലെണ്ണയും യൂസ് ചെയ്യും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. ഇതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലായിടും തേച്ച് പിടിപ്പിക്കുക. കണ്ടോ, നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്യുക. കഴുത്തിൽ മസാജ് ചെയ്യുമ്പോൾ മുകളിലോട്ട് മസാജ് ചെയ്യുക. കണ്ടോ, കഴുത്തിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മുകളിലോട്ട്. എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്നത് താഴോട്ട് ചെയ്യാൻ പാടില്ല, മുകളിലോട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മുടെ ഫേസ് ഇങ്ങനെ സ്കിൻ തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കൂടുതൽ ചെയ്യുന്നത്. ഇത് ഡെയിലി റൊട്ടീനിൽ നിങ്ങൾ ചെയ്താൽ മതി. ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യുക. ഡെയിലി ചെയ്യാൻ പറ്റാത്തവർക്ക് ആഴ്ച 2 ദിവസം വേണേലും ചെയ്യാം. ഒരു 15 മിനിറ്റോളം നിങ്ങൾ ഈ ഫേസിന് നെക്കിന് മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, അത് കഴിഞ്ഞ് ഫേസിന് കണ്ണിൻ്റെ ഇവിടെ, നെറ്റിയിൽ, കണ്ണിന് പുറത്തിങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്യും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കും. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകൾ കുറേ പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഇനി മൂക്കിട്ടിവിടെ. ഇത് ഒരു കാര്യം കൂടെ, നമ്മുടെ ഫേസ് ഒന്ന് ഷേപ്പ് ആകാനും നമ്മളെ സഹായിക്കും.
ഒരു 15 മിനിറ്റ് ഇങ്ങനെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. കവിള് ഭാഗം വരുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. പതിനഞ്ച് മിനിറ്റോളം നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുമ്പോഴത്തേക്ക് 15 മിനിറ്റോളം എങ്കിലും, മാക്സിമം 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എങ്കിലും ഈ ഫേസിന് മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കോട്ടൺ മുക്കുക. കോട്ടൺ മുക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് തുടയ്ക്കുക. കോട്ടൺ മുക്കി നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടായിരുന്ന അഴുക്കുകളും പൊടികളും എന്തൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടായിരുന്നോ ആ പൊടികളും അഴുക്കുകളും എല്ലാം ഇതിൽ നിന്ന് നമ്മുടെ റിമൂവായി നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവും. കണ്ടോ, നോക്കിക്കേ, കണ്ടോ വ്യത്യാസം നോക്കിക്കേ, ഫേസ് ഒന്ന് ക്ലീൻ ആവും. അതിനുശേഷം ജസ്റ്റ് വെള്ളം വെച്ച് നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കുക. അതിനുശേഷം എപ്പോഴും നമ്മൾ ഫേസ് ടവലൊക്കെ വെച്ച് പ്രസ് ചെയ്ത് തുടക്കരുത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഫേസിനെ ഒപ്പിക്കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. പ്രസ് ചെയ്ത് തുടയ്ക്കാൻ പാടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്തതെന്ന് വെച്ചാൽ, നമുക്ക് ഇതൊരു ഫേസിനെ ടൈറ്റ് ആക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ ഈ മുട്ടയുടെ വെള്ളയിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ ടൈറ്റ് ആക്കും. ഈ ഫേസ് ഇങ്ങനെ തൂങ്ങി വരുന്നതിനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു ടിപ്സാണ്. ഓക്കെ, മിക്സാക്കി ഒരു പേസ്റ്റ് പരുവാക്കിയിട്ടുണ്ട്. കാണാമോ നിങ്ങൾക്ക്? മിക്സാക്കിയിട്ടുണ്ട്, കണ്ടോ? പേസ്റ്റ് പരുവാക്കിയതിന് ശേഷം നമ്മൾ പതിയെ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കഴുത്ത് കൂടെ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, കഴുത്തിലും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിനാലാണ് ഇത്രയും ഭാഗം മാത്രം നല്ല രീതിയിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. കാരണം ഇതിങ്ങനെ ഒന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവും. ആ ഡ്രൈ ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടർ വെച്ച് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് ഒന്ന് ടൈറ്റ് ആകും. എന്നുവെച്ചാൽ ഈ തൂങ്ങി വരുന്നതിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കി വെക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. ഇത് നമ്മൾ ഡെയിലി ചെയ്യുക. ഡെയിലി ചെയ്യാൻ പറ്റാത്തവർ ആഴ്ച 2 ദിവസമെങ്കിലും ഇത് ചെയ്തിരിക്കണം. ചെയ്താൽ നമ്മുടെ ഫേസിന് ഗ്ലോ ഉണ്ടാകും. അതുപോലെ നമ്മൾ ഏജ് കൂടുന്തോറും ഉണ്ടാകുന്ന നമ്മുടെ ഫേസിനുണ്ടാകുന്ന ആ ഡാമേജ് അല്ലെങ്കിൽ ആ ചുളിവുകൾ, ആ തൂക്കം അതെല്ലാം മാറി നമ്മുടെ ഫേസ് ടൈറ്റായിട്ടിരിക്കുകയും നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പം നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുക. അപ്പം നമുക്കൊരു ചുളിവൊക്കെ ടൈറ്റായി പിടിക്കുന്നതായിട്ട് തോന്നും. ആ ടൈറ്റ് ആകുന്ന സമയത്ത് നമ്മളിത്
വാഷ് ചെയ്ത് കളയണം. ഞാനിപ്പം ഇവിടെ വെള്ളം വെച്ച് കുറച്ച് വാഷ് ചെയ്യുന്ന രീതി കാണിക്കാൻ പറ്റുന്നില്ല, എങ്കിൽ ഞാൻ കോട്ടൺ വെച്ച് തുടയ്ക്കുകയാണ്. അപ്പോൾ 10-15 മിനിറ്റോളം മാക്സിമം വയ്ക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ഇത് ടൈറ്റായിട്ട് തോന്നുന്ന സമയമാകും. ആ സമയമാകുമ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കളയുക. നന്നായിട്ട് വാഷ് ചെയ്തു. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വാഷ് ചെയ്യുന്നതാണ്, എനിക്കതൊരു ഇതുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ തുടയ്ക്കും. ഹലോ, ഫേസിന് നല്ല വ്യത്യാസമുണ്ട്. നല്ല ഗ്ലോ ആവും ഫേസ്, അതുപോലെ ഒരു ഫ്രഷ്നെസ് വരും, നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റാവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഏത് മോയ്സ്ചറൈസറാണോ ഉപയോഗിക്കുന്നത് ആ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നമ്മുടെ ഫേസിനെ ഒന്ന് ക്ലീൻ ആക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.